ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്ന് ഇത് കണ്ടോ, അടിപൊളി ഒരു സേമിയ പായസമാണ് കേട്ടോ. സേമിയയും ക്യാരറ്റും വെച്ച് ചൗവരിയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു പായസമാണ്. എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കാണേലും മധുരം കഴിക്കുന്ന വലിയ ആൾക്കാണേലും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അടിപൊളി നല്ല ടേസ്റ്റി നല്ല സൂപ്പറായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും തന്നെ ഇത് തയ്യാറാക്കി നോക്കണം. സേമിയയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ചെറിയ ക്യാരറ്റ് കേട്ടോ, എൻ്റെ കയ്യിൽ അത്രേ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ ചെറിയ ക്യാരറ്റ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചതാണേ. ഞാനൊരു 250 ഗ്രാം റോസ്റ്റ് ചെയ്ത സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട്. ചവ്വരി അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, നെയ്യ്, അതുപോലുള്ള സംഗതികളൊക്കെ വേണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ ചവ്വരി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചവ്വരി നന്നായിട്ട് വേറെ തന്നെ ഇട്ട് വേവിക്കണേ. അതിന് വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനുണ്ടല്ലോ അതിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ചവ്വരി നമുക്കിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരണം കേട്ടോ. അതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചവ്വരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചവ്വരി ഇട്ട് കൊടുത്താലേ നമ്മളത് എപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതും കട്ട പിടിക്കുവേ. അപ്പം നമുക്ക് ചവ്വരി ഞാൻ സെപ്പറേറ്റാണ് വേവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പാലിൽ ഇട്ട് ചവ്വരി വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ സെപ്പറേറ്റ് ചവ്വരി അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചവ്വരി ഇതേ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാനൊരു അരിപ്പയ്ക്കകത്തൂടെ അതൊന്ന് അരിച്ച് വെള്ളം മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെടുത്ത് വെച്ചേക്കാം. എന്നിട്ട് അതേപോലെ തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുത്ത് ഇതേ ഗുണ്ടുമണി പോലെ മുന്തിരിങ്ങയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കോരി മാറ്റാവേ. ഇതേ ഇത്രയും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. ആ നെയ്ക്കകത്തോട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ അത് ഇളക്കിയെടുത്ത് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വരണം. അത് നെയ്ക്കകത്ത് കിടന്ന് തന്നെ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേനുണ്ടല്ലോ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പഞ്ചസാരയൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് ആ പഞ്ചസാരയ്ക്കകത്തോട്ട് കിടന്നിട്ട് ക്യാരറ്റൊക്കെ നല്ലവണ്ണം ഒന്ന് റെഡിയായി വരണം കേട്ടോ. റെഡിയായി ഇതേപോലെ റെഡിയായിട്ടോ. ഇപ്പോൾ ഈ ക്യാരറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരു ശകലം അങ്ങ് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഒരു പാത്രത്തിലേക്ക് ഒരു ശകലം അങ്ങ് കോരി മാറ്റുവാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചങ്ങ് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ സേമിയ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. നെയ്ക്കകത്തൂടെ കടന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇച്ചിരി നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ ചേർത്തൊന്നും കൊടുത്തിട്ടില്ല. ഇത്രയും നെയ്ക്കകത്ത് തന്നെ മതിയെന്ന് വിചാരിച്ചു. ഒത്തിരി നെയ്യ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ നെയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തു. അതിനകത്തേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് കണ്ടോ, പാല് വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ്. നമുക്ക് പാലൊഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി നമുക്ക് സേമിയ ആയതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് വയ്ക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സേമിയ പായസം വെക്കുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം അതിനകത്തോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ഞാനൊരു 200 ഗ്രാം പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ പഞ്ചസാര ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഏലക്ക പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചായിരുന്നു കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വീഡിയോക്കകത്ത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു, അത് ഞാൻ കണ്ടില്ല. ഏതായാലും ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അരിപ്പയ്ക്കകത്തോട്ട് മാറ്റി വെച്ച് ചവ്വരിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ചവ്വരി ഇതേ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ
ഒരു 2-3 ടേബിൾ സ്പൂണോളം ചവ്വരി എടുത്തിട്ടുള്ളേ. ചവ്വരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. സേമിയ പായസം എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ സേമിയയും ക്യാരറ്റൊക്കെ വെച്ച് പായസം ഉണ്ടാക്കാനൊക്കെ അറിയാം. എന്നാൽ എൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മധുരമൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മധുരമൊന്നും പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതിലേക്ക് ആ നെയ്ക്കകത്ത് വെച്ചിരുന്ന സ്പൂണിനകത്ത് ഇച്ചിരി നെയ്യുണ്ടായിരുന്നു. അത് ഞാൻ അതിനകത്തോട്ടങ്ങ് ഇളക്കി കൊടുക്കുവാണേ. അപ്പം ആ നെയ്യും കൂടെ അതിനകത്തോട്ടങ്ങ് ചേർന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കണ്ടോ, നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇത്രയേ ഉള്ളൂ. അടിപൊളി സേമിയ പായസമാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ കണ്ടൻസ് മിൽക്ക് അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇത് കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കാണാനും നല്ല ഭംഗിയായിട്ടുള്ള സേമിയ പായസമാണ് കേട്ടോ. നിങ്ങളും തയ്യാറാക്കി നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. കൂടുതലായിട്ടുണ്ടല്ലോ ഈ നാടൻ റെസിപ്പീസൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഇടാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്